സ്തോത്രം. സമയുടെ ശരീരമായിരിക്കുന്ന സഭയിൽ കർത്താവെ സ്തോത്രം നടക്കേണ്ട കർത്താവെ സ്തോത്രം. കർത്താവെ പ്രവർത്തനങ്ങൾ കർത്താവെ സ്തോത്രം. ജീവന്റെ പ്രവർത്തികൾ കർത്താവെ ദിവസങ്ങളിൽ കർത്താവെ സ്തോത്രം. കർത്താവെ ഈ ദേശത്തിലും കർത്താവെ പഠനങ്ങളിലും കർത്താവെ സ്തോത്രം വെളിപ്പെടുവാൻ തക്കൊണ്ടും ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ ക്ലാസ് എടുക്കുവാൻ കർത്താവെ ദൈവദാസനെ കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവെ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ പൊരുളുകളെ തിരിച്ചു തരുവാൻ കർത്താവെ സ്തോത്രം. ഞങ്ങളത് ഗ്രഹിക്കുവാൻ കർത്താവെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ കർത്താവെ ആയിരിക്കാൻ സഹായിക്കണം. കടന്നു വരുവാൻ കർത്താവെ സ്തോത്രം. ജീവിതങ്ങൾക്ക് സാഹചര്യങ്ങൾ കർത്താവ് സാവകാശങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന കർത്താവെ സ്തോത്രം ഓരോ നിമിഷത്തെ അനുഗ്രഹിച്ച് വാഴ്ത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും യേശുവിന്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ. കടന്നു വരുവാനുള്ളവർ കടന്നു വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പതിവ് പോലെ നടക്കുന്ന നമ്മുടെ ബൈബിൾ സ്റ്റഡി തുടർന്ന് കർത്താവിന്റെ ദാസൻ നയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമായിരിക്കാം. കർത്താവിന്റെ ധന്യമേറിയ തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല സമയം നമുക്കെല്ലാവർക്കും ദാനമായി നൽകിയ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും ആരാധനകളും സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ഏറെ ബഹുമാന്യനായ ജോ പാസ്റ്റർ, പ്രിയ കോശി പാസ്റ്റർ, ദൈവവചനം പഠിക്കുന്ന മറ്റു പ്രിയപ്പെട്ട ദൈവസഭയിലെ ദൈവമക്കളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഹൃദയപൂർവ്വം വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ഓരോ ദിവസങ്ങളിൽ വഴി നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമല്ലോ. നാം എക്ലീഷിയോളജി, സഭാവിജ്ഞാനീയം, സഭാതത്വശാസ്ത്രം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനത്തിലാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത്. 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുള്ളൂ. സഭയുടെ സ്ഥാപനം സംബന്ധിച്ചിട്ടുള്ള അധ്യായം. വർത്തമാന യുഗത്തിലേത് മാത്രമാണ് സഭ. സഭ പെന്തക്കോസ്തിലാണ് രൂപപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥാപിതമായത്. ക്രിസ്തു എന്ന പാറമേലാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. സഭ അത് വെറുതെ ഉണ്ടായതല്ല, പിന്നെ ജനിക്കുകയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. സാർവത്രിക സഭയും പ്രാദേശിക സഭയും ഉണ്ട് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഭാഗം കഴിഞ്ഞ അവസാനം നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. സഭാചരിത്രത്തിൽ സഭയുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുസ്തകത്തിൽ നിന്നല്ല നമ്മൾ പറയുന്നത്, സഭാചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അതായത് സമയാനുസൃതമായി പേർ പറയുന്ന സഭ. അത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു നോട്ട് എഴുതുമ്പോഴും ഒരു പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ആ ഭാഗത്തെ മനസ്സിലാക്കുക. അപ്പോൾ ഏതാണ്ട് 5 കാര്യങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. സഭാചരിത്രത്തിൽ പറയുന്ന സമയാനുസൃതമായി പേർ പറയപ്പെട്ട സഭ എന്ന ഭാഗം. അതിലൊന്ന് അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തോലിക സഭ, നമുക്കറിയാം. അപ്പോസ്തോലിക സഭ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലത്ത്, അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്ത്, പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രഭാഷണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ആ സഭ പിന്നീട് മുന്നോട്ട് വരികയാണ്. അതിനെ നമ്മൾ അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നതോടൊപ്പം അടുത്തൊരു ഘട്ടം അപ്പോസ്തോലിക കാലം കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ അതിനോട് ചേർന്ന് തന്നെ ആ കാലഘട്ടത്തെ കൂടെ ചേർത്തുകൊണ്ട് 2ാമത്തെ പേര് നമ്മൾ പറയും. അതിന് പറയുന്ന പേരാണ് ആദിമസഭ. നമ്മളിപ്പോഴും പറയാം ആദിമസഭയിലെ അനുഭവങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ, ആദിമസഭ. അപ്പോൾ അപ്പോസ്തോലിക സഭ ഒരർത്ഥത്തിൽ അതിന് മറ്റൊരു പേരും കൂടെ ചേർത്ത് പറയാം, ആദിമസഭ. പക്ഷെ അത് അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷവും തുടർന്നിരുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്നത്
അപ്പോസ്തോലിക സഭ എന്ന് തന്നെയാണ്. രണ്ടാമത്തെ പദമാണ്, രണ്ടാമത്തെ പേരാണ്, സഭാചരിത്രത്തിൽ പറയുന്ന രണ്ടാമത്തെ പേരാണ് ആദിമസഭ എന്ന് പറയാം. ആദിമസഭ. 3, ആദിമസഭ കഴിഞ്ഞിട്ട് പിന്നെ മധ്യയുഗങ്ങളിലെ സഭയാണ്. മധ്യയുഗങ്ങളിലെ സഭ. സഭാചരിത്രം അങ്ങനെയാണ് പറയുന്നത്, മധ്യയുഗങ്ങളിലെ സഭ. അതായത് ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് സഭാചരിത്രം വ്യത്യാസപ്പെടുകയാണ്. അപ്പൊ ആ വ്യത്യാസപ്പെടുന്ന സഭ ഏതാണ്ട് നീണ്ട കാലഘട്ടം സഭ തനതായ രീതി വിട്ടുപോയൊരു കാലഘട്ടമാണ് ഈ മധ്യ യുഗങ്ങളിലെ സഭയുടെ പ്രത്യേകത. കാരണം ബൈബിൾ സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ വന്ന പിശകുകൾ നിമിത്തം സഭയ്ക്ക് ഒത്തിരി ധ്രുവീകരണം സംഭവിച്ച കാലഘട്ടമാണ്. ഉപദേഷ്ടാക്കന്മാർ വ്യത്യസ്തമായ നിലയിൽ ബൈബിളിനെ അവതരിപ്പിക്കുകയും ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് മധ്യയുഗങ്ങളിലെ സഭ. ആ സഭ ശരിക്കും തകർച്ചകൾ നേരിട്ടൊരു സഭയാണ്. ആ സഭ ജനത്തെ ദൈവത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ അകറ്റിക്കൊണ്ടുപോയ സഭയാണ്. ആ സഭ ഒരർത്ഥത്തിൽ ചില ഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിത്വത്തിന് തന്നെ എതിരെ നിന്ന സഭയാണ്. ക്രിസ്തുവിനെതിരെ നിന്ന സഭയായി പലപ്പോഴും മാറാറുണ്ട്. എന്നാൽ അത് മധ്യയുഗങ്ങളിലെ സഭ. അതാണ് ഏറ്റവും കൂടുതൽ ശിഥിലീകരണം നടന്നത്, ഒത്തിരി ഫൈറ്റിംഗ് നടന്നത് ഒക്കെ മധ്യകാലഘട്ടത്തിലെ മധ്യയുഗങ്ങളിലെ സഭകളിലാണ്. ഇനി അതിലെ നാലാമത്തെ സഭാചരിത്രത്തിൽ പറയുന്ന നാലാമത്തെ പേരാണ് നവീകരണ സഭ എന്ന് പറയും. നവീകരണ സഭ എന്ന് പറയും. അപ്പൊ ഈ നവീകരണ സഭ നമുക്കറിയാം, മാർട്ടിൻ ലൂതറിന്റെ കാലം മുതലുള്ള ആ സഭാചരിത്ര കാലഘട്ടത്തെയാണ് നമ്മൾ നവീകരണ സഭ എന്ന് പറയും. നവീകരണ വക്താക്കൾ സഭയ്ക്കകത്ത് ഉടലെടുത്തു. മാർട്ടിൻ ലൂതറിനാണ് പ്രധാനപ്പെട്ട ആളായിട്ട് നമ്മൾ കാണുന്നതെങ്കിലും ഇഗ്നേഷ്യസ് ലയോളയെ പോലെ, മാർട്ടിൻ ലൂതറിനെ പോലെ ഉള്ള ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനം ബൈബിൾ മനസ്സിലാക്കി തുടങ്ങിയ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടും, ജനം അതായത് അൽമായർ, സാധാരണ ജനം, വിശ്വാസികൾ, അവരും കൂടെ ബൈബിൾ പഠിക്കാനും ധ്യാനിക്കാനും വായിക്കാനും തുടങ്ങിയ കാലം. ഒരുപക്ഷെ നവീകരണ കാലഘട്ടത്തിൽ നിന്ന് സഭ മുന്നോട്ട് വരികയാണ്. അപ്പൊ ഈ നവീകരണ കാലഘട്ടം ആണ് നമുക്ക് ഈ ബൈബിൾ സ്റ്റഡി തന്നെ നടത്താനുണ്ടായ ഒരു പ്രധാന കാരണം ഈ നവീകരണ സഭയാണ്. കാരണം ലൂതറിന്റെ കാലഘട്ടത്തിൽ ലൂതർ വചനം പഠിച്ചപ്പോ ഈ ചെയ്യുന്ന പ്രാക്ടീസുകൾ തെറ്റാണെന്നും റിച്വൽസിനാണ് അന്ന് സഭ പ്രാധാന്യം കൊടുത്തത്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ അച്ഛന്മാര് പലപ്പോഴും പറയല്ലേ പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയാറുണ്ട്. ബൈബിളിന് മാത്രമല്ല പാരമ്പര്യത്തിന്. അതിന്റെ കാരണം അവര് പറയുന്നത് യേശു നേരിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ബൈബിളിൽ, അതിനിപ്പുറത്തേക്കുള്ളതിന് അപ്പോസ്തലന്മാര് പറഞ്ഞതാണ്. ആ അപ്പോസ്തലന്മാര് പറഞ്ഞത് അവരുടെ ആശയമാണ്, അല്ലെങ്കിൽ അവർ പ്രാപിച്ച ദൈവകൃപയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ വന്ന സഭാപിതാക്കന്മാര് പറഞ്ഞു, അപ്പോസ്തോലിക പിതാക്കന്മാര് അവരുടെ ആശയങ്ങൾ പറഞ്ഞു. അതിനുശേഷം വന്ന സഭാപിതാക്കന്മാർ അവരുടെ ആശയങ്ങൾ പറഞ്ഞു. അപ്പൊ സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യത്തെ കൂടെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് അവരുടെ ന്യായപ്രമാണത്തും മോശയിക പഞ്ചഗ്രന്ഥത്തോടൊപ്പം അല്ലെങ്കിൽ ന്യായപ്രമാണത്തോടൊപ്പം അവർ മിഷ്നയും തൽമൂദും ഒക്കെ ഉൾക്കൊള്ളുമായിരുന്നു. മിഷ്നയും തൽമൂദും ഒക്കെ അവര് ട്രഡീഷൻ കൂടെ വിശ്വസിക്കുമായി. അതിന്റെ മറ്റൊരു വേർഷനാണ് കത്തോലിക്ക സഭ അടക്കമുള്ള പല സഭകളും ഈ പാരമ്പര്യം അല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യത്തെ കുറിച്ച് പരിഗണിക്കണം എന്നുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത്. സഭ ഓരോ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ആശയത്തെ കൂടെ പരിഗണിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ നവീകരണ സഭ യഥാർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കുക, ബൈബിൾ പഠിപ്പിക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ സാധാരണക്കാരന്റെ അരികിലേക്ക് എത്തുന്ന കാലഘട്ടമാണ് നവീകരണ സഭ എന്ന് നമ്മൾ പേര് പറയുന്നത്, അല്ലെങ്കിൽ ആ സഭയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നവീകരണ സഭയാണ് നമ്മുടെ സഭകൾ എന്നാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നവീകരണ സഭ മാർട്ടിൻ ലൂതർ ആരംഭിച്ച ലൂതറനാണ് യഥാർത്ഥത്തിൽ. ഇന്നും ലൂതറൻ ചർച്ചകളുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണം എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ നമ്മൾ സഭാചരിത്രത്തിൽ പഠിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണം സെപ്പറേറ്റ് ആണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്.
നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് കേവലം 100 വർഷത്തിൽ അല്പം മുന്നോട്ട്, ഇപ്പൊ 110 120 അത്രയില്ല, 100 വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ അവകാശമേ ഉള്ളൂ പ്രൊട്ടസ്റ്റന്റ് നവീകരണ സഭകൾക്കുള്ളത്. അപ്പം അതിനു മുമ്പ് വരെ ഉള്ളത് നവീകരണ സഭയാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം സെപ്പറേറ്റ് പഠിക്കും. അതായത് ഈ ലൂതറൻ അടക്കമുള്ള സഭകളുടെ അല്ലെങ്കിൽ നവീകരണ സഭകൾക്കകത്തേക്ക് വീണ്ടും ദുരുപദേശങ്ങൾ, ബൈബിൾ വ്യാഖ്യാനങ്ങൾ വികലമായപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടാകുന്നത്. ആ ഉപദേശത്തെയാണ്, ഡോക്ടറിനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നവീകരണ സഭയ്ക്കകത്ത് നിന്നും പ്രൊട്ടസ്റ്റന്റ് നവീകരണം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, എല്ലാ സഭകളിലും നവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കത്തോലിക്ക സഭ അടക്കമുള്ള സഭകളിൽ നവീകരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റിന്റെ അകത്ത് വീണ്ടും ഒരു നവീകരണം എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി സഭാചരിത്രം അനുസരിച്ചാണെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന സഭയെ ആധുനിക സഭ എന്നാണ് പറയുന്നത്. ആധുനിക സഭ ഏതാണ്ട് കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭയായി മാറുക, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ സഭയായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ബൈബിൾ പഠിപ്പിച്ച അല്ലെങ്കിൽ ബൈബിളിലെ അപ്പോസ്തലന്മാർ മുന്നോട്ട് വെച്ച ആശയം അനുസരിച്ച് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് വരും എന്ന പ്രതീക്ഷയോടും പരിപൂർണ വിശ്വാസത്തോടും കൂടി വേണം നമ്മൾ ദൈവവചനം പറയാൻ, ജനത്തെ പ്രബോധിപ്പിക്കാൻ എന്നുള്ളതാണ് അപ്പോസ്തോലിക എഴുത്തുകളിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ നമ്മൾ എപ്പോൾ പ്രസംഗിച്ചാലും, എപ്പോൾ വിശ്വസിച്ചാലും, എപ്പോൾ ചിന്തിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സഭയാണ് ആധുനിക സഭ എന്ന് പറയുന്നത്. അപ്പൊ സഭാചരിത്രത്തിൽ സഭയുടെ പേരുകൾ അല്ലെങ്കിൽ സഭാചരിത്രത്തിലെ കാലാനുസൃതമായി നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലിക സഭയുണ്ട്, ആദിമ സഭയുണ്ട്, മധ്യയുഗങ്ങളുടെ സഭയുണ്ട്, നവീകരണ സഭയുണ്ട്, പിന്നെ ഇപ്പോൾ പറഞ്ഞ ആധുനിക സഭയുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വിട്ടുകളയാം. അടുത്ത ഇതിലേക്ക് പോകാം. 7ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ഭാഗം, ആദിമസഭയുടെ സംവിധാനം. ആദിമസഭയുടെ സംവിധാനം നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി പ്രത്യേകിച്ച് 2ാം അധ്യായം, അതുപോലെ 5ാം അധ്യായം, 6ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ നിന്നാണ് ആദിമസഭയുടെ സംവിധാനങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അഥവാ നമ്മൾ ഈ പറഞ്ഞ അപ്പോസ്തോലിക സഭയും അപ്പോൾ ആദിമ സഭയും, ഈ സഭകളുടെ അപ്പോസ്തോലിക ആദിമ സഭകളുടെ സംവിധാനം നമ്മൾ പഠിക്കും. ഈ വളരെ ലളിതമായ ഒരു സംവിധാനത്തിലൂടെയാണ് ആദിമസഭ കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. വളരെ ലളിതമായ സംവിധാനങ്ങളായിരുന്നു. ആർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, ആർക്കും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള വളരെ ലളിതമായ സാഹചര്യങ്ങളിലൂടെയാണ് സഭ കടന്നുപോയത്, അല്ലെങ്കിൽ സംവിധാനങ്ങളിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, അത് അത്ര ഗൗരവമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ ഗൗരവമുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. വിശ്വാസികൾക്ക്, അതായത് ഒരു പ്രാദേശിക സഭയിലെ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഒരു ദേശം, അന്ന് പ്രാദേശിക സഭ എന്ന് പറയാൻ കഴിയില്ല, ഒരു ദേശത്തൊരു സഭയാണ് അന്ത്യോക്യയിലെ സഭ. നമ്മൾ മുമ്പ് അത് പഠിച്ചു. ഗലാത്തിയിലെ സഭ, ഫിലിപ്പിയിലെ സഭ. ഇന്നിപ്പോ നമുക്ക് ഒരു സ്ഥലത്ത്, ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ ഏറ്റവും കുറഞ്ഞത് 10 ചർച്ച വെച്ചാണ്. ഏറ്റവും കേരളത്തിൽ, അവിടുത്തെ അല്ല, കേരളത്തിൽ, ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ പറയുന്നത്, കേരളത്തിൽ ഒരു വാർഡിൽ ഒരു 10 ചർച്ചയെങ്കിലും കാണണം. പണ്ട് അങ്ങനെ അല്ലല്ലോ, യെരുശലേമിലെ സഭ. അപ്പോ ആ പ്രാദേശിക സഭ എന്ന് അർത്ഥമാക്കുന്നത് പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ദേശത്തുള്ള സഭയാണ്. ആ സഭയിലെ വിശ്വാസികൾക്ക് സഭയിലെ അംഗസംഖ്യ അറിയാമായിരുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു വരുന്നവരാരുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാമായിരുന്നു. അതിനൊരു എണ്ണം ഉണ്ടായി. അതെന്താണ്? 2 വാക്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് പറയാം. അപ്പോസ്തല പ്രവൃത്തി 2:41, 4:4. അപ്പൊ 2:41 നമുക്കറിയാം, അവിടെ ഒരു കണക്ക് പറയുന്നു. 3000 പേര് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെടും. അത്ര കൃത്യമായിട്ട് കണക്ക് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 3000 പേരുടെ കണക്ക് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ 4ാം അധ്യായത്തിന്റെ 4ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഏതാണ്ട് ഒരു കണക്ക്, സഭയിലെ ആളുകളുടെ കണക്ക്
അവർക്ക് വിശ്വാസികൾക്ക് അറിയുവാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതിൻ്റെ അകത്ത് ലളിതമായി പറഞ്ഞാൽ സഭാവിശ്വാസികൾക്ക് തമ്മിൽ അറിയാൻ കഴിയണം, പുതിയ വരുന്ന ആളുകളെ മനസ്സിലാക്കാൻ കഴിയണം, അവരെ ഉൾക്കൊള്ളാൻ കഴിയണം, അവരെ സ്നേഹിക്കാൻ കഴിയണം, അവരെ കരുതാൻ കഴിയണം, അവരെ നിലനിർത്താൻ കഴിയണം. യഥാർത്ഥത്തിൽ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമാണ്. നമ്മുടെ സഭയിലേക്ക് പുതുതായി വരുന്ന ആളുകളെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അതൊരു വലിയ അപജയമാണ് സഭയുടെ. നമ്മൾക്ക് ഒരു പുതിയ വിശ്വാസി വന്നാൽ ആ വിശ്വാസിയെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം. അത് 1-ാം നൂറ്റാണ്ടിലെ സഭ നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമ്മൾ തുറന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചുകൂടെ ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, അവർ ആരാധനയ്ക്കും പ്രാർത്ഥനായോഗങ്ങൾക്കും കൂടി വന്നു എന്നുള്ളതാണ്. ആരാധനയ്ക്കും ദൈവത്തെ സ്തുതിക്കുന്നതിനും പ്രാർത്ഥനായോഗങ്ങൾക്കും സഭ കൂടി വന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ഉം 47-ഉം വാക്യങ്ങൾ. 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഞാൻ മറ്റൊരു വേഷനാണ് വായിക്കുന്നത്. സമർപ്പിച്ചു പോന്നു എന്ന് വായിക്കും. അപ്പൊ ഇതിനവർ സന്നദ്ധരായിരുന്നു വിശ്വാസികളെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ബൈബിൾ സ്റ്റഡി വെക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് 11 പേരാണ്. എന്നെ അവിടെ കൂട്ടിയായി 11 പേര്, 10 പേര്. നിങ്ങളുടെ ഈ ചർച്ചില്, ബദൽ കേരള ചർച്ചില് 11 പേരല്ല വിശ്വാസികൾ, അല്ലെ? എത്രയോ പേരുണ്ട്, നമുക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പൊ ദൈവവചനം പഠിക്കാൻ, ദൈവവചനം ധ്യാനിക്കാൻ ഒരു അപ്പോസ്തലനും നിർദ്ദേശിച്ചിട്ടല്ല, നിർബന്ധിച്ചിട്ടുമല്ല. പക്ഷെ അവർ വിശ്വാസികൾ എന്ത് ചെയ്തു? ഇതിന് സന്നദ്ധരായി മുന്നോട്ട് വന്നു എന്നുള്ളത്. ശരി, എത്ര വിശ്വാസികൾ അങ്ങനെ സന്നദ്ധരാകും? നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി, അല്ലേ? ഒരു യോഗം ക്രമീകരിക്കുമ്പോൾ അതിന് എപ്പോഴും അതിനെ തടസ്സപ്പെടുത്തുന്ന വിശ്വാസികൾ ഒത്തിരി പേരുണ്ട്. ഞാൻ നിങ്ങളുടെ അവിടുത്തെ ചർച്ചിന്റെ കാര്യം അല്ല പറയുന്നത്. ഞാൻ നാട്ടിലെ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മളൊരു പ്രോഗ്രാം നടത്തണം എന്ന് പറയുമ്പോൾ ആദ്യമേ അതിനെ എന്ത് ചെയ്യും? ഒരാൾ എഴുതിയിട്ട് അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ പൈസയില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇപ്പോഴത്തെ സന്ദർഭം അങ്ങനെയാണ്, സ്കൂളിൽ പിള്ളേരെ പൈസ വരികയാണ്, പഠിത്തമാണ്, ഇതാണ്. അപ്പം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തിനാണ്? ജോലി, വീട്, മക്കള്, മറ്റു നമ്മുടെ ഭൗതിക കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ ഐഡൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ തിയോളജിക്കലി നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട്. എന്തെങ്കിലും, എനിവൺ ഓർ എനിത്തിങ്, എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ദൈവത്തെക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മൾക്ക് വിഗ്രഹമായി മാറും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കൈകൂപ്പണമെന്നില്ല വിഗ്രഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ മുമ്പിൽ പോയി അവരെ ആരാധിക്കണമെന്നില്ല. നമ്മൾ എന്തിനാണോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്, ആ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഐഡലാണ്, നമുക്കത് ദൈവത്തെക്കാൾ വലുതാണ്. അതാണ് വിഗ്രഹം എന്നർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾക്കും ജോലിക്കും നമ്മളുടെ ഈവൻ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എനിക്ക് ഭയങ്കര ക്ഷീണാവസ്ഥ, ഭയങ്കര വയ്യാഴികയാണ് എന്ന് നമ്മൾ പറയുന്നതിന് തന്നെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രിഫറൻസ് ആർക്കായിരിക്കണം? നമ്പർ 1, ഒന്നാമത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ദൈവമായിരിക്കും, ദൈവവേലയ്ക്കായിരിക്കും, ദൈവവചനത്തിനായിരിക്കും, ആരാധനയ്ക്കായിരിക്കും, പ്രാർത്ഥനയ്ക്കായിരിക്കണം നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഈ തമിഴ് വംശജരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ആ പ്രാർത്ഥനയും ആരാധനയും സമർപ്പണവും നമ്മുടെ യഥാർത്ഥത്തിൽ മലയാളികൾ കണ്ടുപഠിക്കേണ്ടത്, അല്ലെ? എത്രമാത്രം ലളിതം. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തിന് അപ്പുറത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട്, അദ്ദേഹം സൗദിയിലാണ്. അത് അവര് ഹൈന്ദവ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന സഹോദരങ്ങൾ. അവരുടെ വീട്ടില് അവിടുത്തെ അമ്മച്ചി ഒരു ഹൈസ്കൂൾ ഹെഡ് മിസ്സസ് ആയിരുന്നു, റിട്ടയർഡാണ്, ക്ഷീണമാണ്. അപ്പം ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ട്രിവാൻഡ്രം പോകുമ്പോഴൊക്കെ എന്നോട് പറയും, പോയി സാറൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് വലിയൊരു വീട്, നല്ല മനോഹരമായൊരു വീട്. ആ വീടിൻ്റെ അകത്തൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലകളിലുള്ള ആളുകളാണ്, സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അവരെല്ലാവരും യൂറോപ്പിലും
ഓസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ജോലി ചെയ്യുന്നയാൾ. അപ്പോൾ ആ വീട്ടിൽ ചെന്നു, പ്രാർത്ഥനയ്ക്കിരുന്നു. ഞാനെൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തെ തിരുവനന്തപുരംകാരൻ. ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മക്കള്, കൊച്ചുമക്കള്, വീട്ടിലുള്ള ആളുകൾ, പ്രായമുള്ളവരെല്ലാം ഈ അമ്മച്ചി തീർത്തു പോയി. ആ അമ്മച്ചി ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങി ആ ടൈലിൽ മുട്ടുകുത്തി. അപ്പൊ എനിക്ക് രസം വെച്ചാൽ നമ്മൾ മാത്രം അവിടെ ഇരിക്കുന്നത് സോഫയിൽ, ബാക്കി എല്ലാവരും മുട്ടുകുത്തി. അത് ചുമ്മാ മുട്ടുകുത്തി നമ്മൾ ഇരിക്കുന്നവരിരിക്കുകയല്ല, മുട്ടുകുത്തി നമ്മൾ കത്തോലിക്ക സഭയിൽ ഇരിക്കുന്നവർ മുട്ടുകുത്തി കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാരും കണ്ണു തുറക്കുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അവരെല്ലാം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞു ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഈ സമർപ്പണം, പ്രാർത്ഥന, ആരാധന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തോണം, ഇതെല്ലാം ഒരു പാസ്റ്ററുടെ നിർബന്ധം കൊണ്ട് സഭ ചെയ്യേണ്ട കാര്യമേ അല്ല. അത് വിശ്വാസികൾ അതിന് പ്രാധാന്യം കൊടുത്ത് ആരാധനയ്ക്കും പ്രാർത്ഥനാ യോഗങ്ങൾക്കൊക്കെ വിശ്വാസികൾ വരണം എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും പ്രീതി അനുഭവിക്കുകയും ചെയ്തു. കണ്ടോ, ദൈവത്തെ സ്തുതിച്ചെന്നാരും ജനം. ഇതിപ്പോ നമുക്കറിയാം, നമ്മുടെ സഭകളിലെല്ലാം സ്തുതിപ്പീര നടക്കുന്നത്. പാസ്റ്റർ നമുക്ക് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം, നമുക്ക് ചേർന്നൊരു കല്ലേറിയാം എങ്കിൽ മാത്രമേ നമ്മൾ മിണ്ടുള്ളൂ, ഇല്ലേ? നമ്മൾ ഇങ്ങനെ അനങ്ങാതിരിക്കുക, പാറ ഇരിക്കുന്ന ആളുകൾ നല്ലതാ, അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുവാൻ, നമ്മള് ദൈവത്തിന് മഹത്വം കൊടുക്കുക, നമ്മുടെ ശരീരങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാനൊക്കെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ അത് വിശദീകരിച്ചു പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവർ സ്നാനം കഴിപ്പിക്കുകയും കർത്തൃമേശ ആചരിക്കുകയും ചെയ്തു വന്നു. അവർ സ്നാനം കഴിപ്പിക്കുകയും കർത്തൃമേശ അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ ആചരിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:41 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ രക്ഷിക്കപ്പെടുത്തിയ ആളുകളെ കൊണ്ടുവരിക. അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷേ സഭയിൽ നിന്ന് നമുക്കറിയാം, തെരഞ്ഞെടുക്കപ്പെട്ടത് കേവലം 12 അപ്പോസ്തലന്മാരെ. അതിൽ തന്നെ ഒരാളും തള്ളി പറഞ്ഞിട്ട് പോയി, ഒറ്റിക്കൊടുത്തിട്ട് പോയിട്ട് 11 പിന്നെ അപ്പോസ്തലന്മാർ ഒരാളെ കൂടെ തെരഞ്ഞെടുക്കും. ഇതൊക്കെ 12. നമ്മളങ്ങനെ തന്നെ ചിന്തിക്കാം. പക്ഷെ ഈ 12 അപ്പോസ്തലന്മാരെ കൊണ്ട് തന്നെയാണ് സഭ വളരുന്നത്. യഥാർത്ഥത്തിൽ ഒരു സഭ വളരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു സഭ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാസ്റ്റർ മാത്രമല്ല. പാസ്റ്ററെ കുറിച്ച് മുമ്പ് പറഞ്ഞു, പാസ്റ്റർ എന്ന് പറയുന്നത് ആടുകളുടെ പരിപാലകനാണ്. വിശ്വാസികളാണ് യഥാർത്ഥത്തിലെ സുവിശേഷകർ. ഓരോ വിശ്വാസിയും അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ വിശ്വസ്തയോടുകൂടെ സുവിശേഷ ദൗത്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊരു നാട്ടിലും, ഏതൊരു സ്ഥലത്തും, ഏതൊരു ഇടത്തും, എത്ര വളരുകയില്ലെന്ന് പറഞ്ഞ സ്ഥലത്തും സഭ വളരും എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക്. നമ്മുടെ വിശ്വാസികളാണ് പലപ്പോഴും സഭയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിത്തീരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ആ നിലകളിൽ പ്രവർത്തന സജ്ജരാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ കർത്തൃമേശ ആചരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം. കാരണം എന്തിനാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഏറ്റവും സന്തോഷം തരുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? നമുക്കൊരു നിത്യജീവനിലേക്ക് നമ്മെ വിളിച്ചു, നിത്യരക്ഷ നമുക്ക് ലഭ്യമായി, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ ഓർക്കുക, ആ കർത്താവിനെ സ്മരിക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിനാണ് കർത്തൃമേശ ആചരിക്കുന്നത്. കർത്താവിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന്റെ ശരീരത്തോട് നമ്മൾ ഏകീഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, യേശുവിനെ നാം എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെയൊക്കെ ഒരു അക്ഷരികമായ തെളിവ് കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, വസ്തുവകകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, വസ്തുവകകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളത്. അതിന് ഈ വസ്തുവകകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത്, നമുക്ക് ആ ഭാഗം അല്ലെങ്കിൽ ആ വാക്യം 32 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ 2:45 ഉണ്ട്, 45-ാം വാക്യം. 2:45 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്:
വസ്തുവകകളും സമ്പാദ്യങ്ങളും വിറ്റ് ഓരോരുത്തർക്കും ആവശ്യമുള്ളതുപോലെ ഭാഗിച്ചു കൊടുത്തു. കണ്ടോ, വസ്തുവകകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തു. 4-ാം അധ്യായത്തിന് 32-ാം വാക്യം മുതൽ 37-ാമത്തെ വാക്യം വരെയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഭാഗം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. 4-ന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു പോകാം. വിശ്വാസികൾ തങ്ങളുടെ സമ്പത്ത് പൊതുമുതലായി കരുതുന്ന ഒരു ഭാഗമാണ്. വിശ്വാസികളുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതെല്ലാം ആരും സ്വന്തം എന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിദ്യാർത്ഥികളെ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിന്റെ പ്രത്യേകത ഏകഹൃദയവും ഏക മനസ്സും. വലിയ പ്രശ്നമാണ്. ഏകഹൃദയവും വിശ്വാസികൾ, സഭാജനങ്ങൾ ഏകഹൃദയം ഏക മനസ്സ്. ഏകഹൃദയവും ഏക മനസ്സും ഒരർത്ഥം പോലെ നമുക്ക് തോന്നും, അല്ലെ? ഇവിടെ മനസ്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത് നമ്മളുടെ ചിന്തകളെയാണ് കുറിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ വികാരം. രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പം മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ തോട്ടാണ്, നമ്മുടെ ചിന്തയാണ്. ഹൃദയം എന്നിവിടെ കുറിച്ചിരിക്കുന്നത് നമ്മളുടെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സ്. അതാണല്ലോ വികാരം, അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇത് ഒരുപോലെയാണ്. അഭിപ്രായ വ്യത്യസ്തത മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതില്ലാത്ത ഒരു മനുഷ്യരില്ല. അത് ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക്. എല്ലാം ശരിയാണ് ഓക്കെ പറയുന്നത് എന്തോ പ്രശ്നമുള്ളതാണ്. അഭിപ്രായം പറയണം. പക്ഷെ ആ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നത്. ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പിടിച്ചേക്കരുത്, മറ്റൊരാൾ പറയുമ്പോൾ അതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ ഓക്കെ പറഞ്ഞ് കൈ കൊടുക്കാൻ നമുക്ക് വിശ്വാസികൾക്ക് കഴിയണം. അതാ ഏകഹൃദയവും ഏക മനസ്സെന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിലെ ഭാര്യ ഭർത്താവും തമ്മിൽ പോലും ഏകഹൃദയവും ഏക മനസ്സും. ഭാര്യ തെക്കോട്ടാണ്, ഭർത്താവ് വടക്കോട്ടാണ്. ഭാര്യ കിഴക്കോട്ടാണെങ്കിൽ ഭർത്താവ് പടിഞ്ഞാറോട്ടാണ്. ഇനി മക്കൾ 3, 2, 5 ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടി, ഇപ്പൊ 2ആണല്ലോ, 2 പേരുണ്ടെങ്കിൽ ആ 2 പേരും ഈ 4 പേരുടെ വീട്ടിൽ 4 പേരും 4 ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് പോലും ഏക മനസ്സ് ഏക ഹൃദയം ഒരു വിഷയത്തിനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് വീടിനകത്ത് ഒരു വിഷയത്തിന് പരസ്പരം ഐക്യതയോട് കൈകോർത്തിരുന്ന് നമ്മളത് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് അപ്പോൾ തന്നെ ദൈവത്തിന്റെ മറുപടിയുടെ കരമുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതിനെ അർത്ഥമാക്കുന്നത്, നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തിരിക്കുമ്പോൾ ഒറ്റ മനസ്സോടുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഒരനുഭവം പറയാം. ഒരനുഭവം, ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന വീട് പാമ്പാടി 7-ാം മൈൽ പാസ് വന്നിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് പാസ് സൂക്ഷിച്ചു ശരിയോ പാസ്. ഞാൻ ഒരു വല്ലാത്ത കോവിഡിന്റെ ഒരു കാലഘട്ടം തുടങ്ങി. ഏതാണ്ട് ആ സമയത്ത് എല്ലാം അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു സ്പാർക്ക് നമുക്ക് ഒരു വീടിന്റെ സംവിധാനങ്ങളിൽ ഒരു സാധ്യതയില്ല. ഒരു സാധ്യത എന്നല്ല, 1% പോലും പോയിട്ട് ഒരു 0.1% പോലും സാധ്യതയില്ല ആ ഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മോനെ നമുക്ക് സാധ്യതകളൊന്നുമില്ല, ഈ 3 മക്കളുണ്ട്. അപ്പൊ എൻ്റെ അമ്മ അവിടെ ഉണ്ടെന്ന്, എൻ്റെ വൈഫുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് 6 പേർ. ഞാൻ പറഞ്ഞു, മക്കളെ ഒരു സാധ്യത നമ്മളില്ല, പക്ഷെ ദൈവം ഒരു ചെറിയ സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. വളരെ വളരെ ചെറിയൊരു സാധ്യത. എന്നെ സംബന്ധിച്ച് അത് വലുതാണ്, പക്ഷെ സാധാരണ ഇതിൽ നോക്കിയ ഒരു ചെറിയ സാധ്യത. അപ്പം പപ്പ ഒരു സ്ഥലം നോക്കാനായിട്ട് പോവുകയാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വലിയ പ്രാർത്ഥനാ വീരനൊന്നും അല്ല, അത്തരത്തിലുള്ള ചെയ്യുന്ന ആളുകൾ. പക്ഷെ അന്ന് ഞാൻ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ഞങ്ങൾ 6 പേരും കൂടെ ഒരുമിച്ച് വട്ടത്തിൽ നിന്ന് കൈകൊടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന നന്മ ദൈവഹിതമുള്ളതായിരിക്കണം. ദൈവഹിതമില്ലാത്തൊരു സ്ഥലത്ത് വിടരുത്. ചെന്ന് കാണുന്നത് ഞങ്ങൾക്ക് ദൈവഹിതമായിരിക്കണം. അത് ഞങ്ങൾക്ക് കർത്താവ് തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആകെ വന്ന് നോക്കിയ ഒരു സ്ഥലം ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ്. പ്രാർത്ഥിച്ചു വന്നു, ഇത് നോക്കി, ഇതിന് അന്ന് തന്നെ ടോക്കൺ കൊടുത്ത കാര്യങ്ങൾക്കൊരു ക്രമീകരണം. അതായത് ഒരു 5 സെന്റ് സ്ഥലം, അതിനുള്ളതൊക്കെ പാങ്ങുള്ള വളരെ ബുദ്ധിമുട്ടിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് 10 സെന്റ് സ്ഥലം എന്നെ കൊണ്ട് അവർ തന്നെ പറഞ്ഞു, സാറെ പാസ് ഇരിക്കട്ടെ, ദൈവം വഴി തുറക്കും എന്ന്. ക്രൈസ്തവരായ അവർ എന്നോട് പറയുന്നു, ദൈവം വഴി തുറക്കും, പാസക്ക് വേണ്ടി ദൈവം തുറന്നില്ല പിന്നെ ആർക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഐക്യതയോടെ ഏക മനസ്സോടുകൂടി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതിന് ഭയങ്കരമായ ഒരു
നമ്മുടെ ആത്മീയ ഭയങ്കര വിടുതലാണ്. അത് നമുക്ക് വിടുതലാ, അക്കാര്യം സംശയിക്കണ്ട. അപ്പൊ ഏക ഹൃദയം, ഈ വിശ്വാസികൾ ഏക ഹൃദയമുള്ളവരാണെങ്കിൽ എന്തോ സുഖമാണെന്നറിയാം ശുശ്രൂഷിക്കാൻ. ഏക മനസ്സും ഏക ഹൃദയം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏക ഹൃദയം, അതിനെ ഞാൻ പറഞ്ഞേ, ഒരേ ചിന്തയിലേക്ക് വരണം സഭ, ഒരേ വികാരത്തിലേക്ക് സഭ വരണം. അതാണ് ഈ സഭ പിശാച് തകർക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇനി സഭ പോട്ടെ, വീട് തകരുന്നതിന്റെ കാരണം അഭിപ്രായ ഭിന്നതയാണ് ഒരു കുടുംബം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഭിപ്രായ ഭിന്നത ഇട്ടിട്ടാണ് ഒരു സഭയെ പിശാച് എന്ത് ചെയ്യുന്നത്, തകർക്കുന്നത്. ഒരു സംഘടന തകരുന്നത് എങ്ങനെയാ? അഭിപ്രായ ഭിന്നതയാണ്. അപ്പൊ മനുഷ്യർ തമ്മിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത നമ്മളെ ഏക ഹൃദയമുള്ളവരാക്കി ഒരേപോലെ ആക്കി തീർക്കുക എന്നുള്ളത്. ക്രിസ്തുവിനോട് നമ്മൾ ചേരുക. അതിനാ പൗലൂസ് പറഞ്ഞ ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലൂസ് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, ഞാനത് വിശദീകരിച്ചു പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലല്ലോ. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. അടുത്തത് അവര് വസ്തുവകൾ, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. വസ്തുവകൾ 4:32 മുതൽ, ഞാൻ 37 വരെ വായിച്ചില്ല, ഞാനൊന്ന് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു പോകാം. അവിടെ ആരും സ്വന്തം എന്നൊന്നിനെ കുറിച്ച് പറഞ്ഞു, അവരെല്ലാം പൊതുവായിട്ട് കരുതി. അപ്പോസ്തലന്മാർ മഹാശക്തിയുടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചു. കണ്ടോ, നമ്മൾ സാക്ഷ്യം വഹിക്കണം. പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാണ് നമ്മൾ. പുനരുദ്ധാനം പ്രസംഗിച്ച് പോവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനെ വിശ്വസിക്കുകയും ആ പുനരുദ്ധാനത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കി മുന്നോട്ട് പോകുന്നതാണ് സാക്ഷ്യം. അല്ലാതെ പുനരുദ്ധാനം കർത്താവ് വരും, നമ്മൾ ഈ വിറപ്പിച്ചുകൊണ്ട് പറയല്ലേ, കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദം സ്വർഗത്തിൽ നിറഞ്ഞു വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ആവേശത്തോടെ പറയും. അത് കേൾക്കാനില്ല. പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ രൂപാന്തരത്തിലേക്കോ ആ ഉയർപ്പിലേക്കോ നമ്മുടെ ശരീരം സജ്ജമായിട്ടുണ്ടോ എങ്കിൽ മാത്രമേ അത് സാക്ഷിയായി മാറുന്നുള്ളൂ. നമ്മൾ സാക്ഷിയായി മാറുന്നുള്ളൂ. ഇനി ബുദ്ധിമുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായിരുന്നില്ല. വലിയൊരു പ്രയോഗമാണ് കിടക്കുന്നത്. ബുദ്ധിമുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നമ്മളിങ്ങനെ വെളിയിലോട്ട് നോക്കണ്ട, നമ്മുടെ സഭയ്ക്കകത്ത് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തോളം, നമ്മുടെ മനസ്സ് ഏകമല്ല, നമ്മുടെ ചിന്തകൾ ഏകമല്ല, നമ്മുടെ സഭയുടെ സംവിധാനങ്ങൾ, അതേ പ്രാദേശികമായ സംഘടനയല്ലേ ഞാനീ പറയുന്നത്, ആ കൂടിവരവിന്റെ സംവിധാനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിയന്ത്രിക്കപ്പെട്ടു പോകുന്നില്ല. നമ്മുടെ ഇടയിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാൻ പാടില്ല. അവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിച്ച് കൈത്താങ്ങൽ കൊടുക്കണം എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. നിലങ്ങളും വീടുകളും ഉടമസ്ഥരായവരെക്കാൾ അവ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയും പിന്നീട് ഓരോരുത്തരും അവനവന്റെ ആവശ്യമനുസരിച്ച് വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു കൊണ്ടു. അതൊരു സമത്വമാണ് സഭയുടെ ശക്തി. സമത്വം. പക്ഷെ ആ സമത്വം നമ്മൾ ഒരു സംഘടനയെ പോലും കാണാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സംഘടന എടുത്തു, അതിലെ തന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന, അല്ലെ ഞാൻ എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള, ഞാൻ എഴുതിയിട്ടുള്ള, പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എഴുതിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഒരു ചർച്ച് പോട്ടെ, ഒരു സെന്ററിൽ 15 ചർച്ച ഉണ്ടെന്നിരിക്കട്ടെ. ഈ 15 ചർച്ചും വ്യത്യസ്ത വരുമാനമുള്ള ചർച്ചകൾ. ആ 15 ചർച്ചിലെയും വരുമാനം ആ സെന്ററിന്റെ പാസ്റ്റർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് 15 പാസ്റ്റർമാർക്കും ഒരുപോലെ ശമ്പളം കൊടുത്തു വയ്ക്കും, അല്ലെ ഒരുപോലെ സ്വത്രാഴ്ച കൊടുത്താൽ ഏത് സഭയിലും ആരും പോകും. ആള് കുറഞ്ഞ സഭയിലേക്ക് പിന്നെ ആളുകൾ പോകത്തുള്ളൂ, കാരണം വലിയ വേടനയില്ല. അപ്പൊ ഇത് വലിയ സഭകളുണ്ട്, ചെറിയ സഭകളുണ്ട്, അല്ലെ? വരുമാനമുള്ള സഭകളുണ്ട്, വരുമാനം കുറഞ്ഞ സഭകൾ, അങ്ങനെ വ്യത്യസ്തമായ സഭകളും. അപ്പൊ ഈ സമത്വമില്ലാതെ ഇനി വിശ്വാസികൾക്കിടയിൽ തന്നെ നമ്മൾ നോർത്തു, നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, അവരെ നമ്മൾ എല്ലാവരും കൂടെ സംരക്ഷിക്കണം. എല്ലാവരും കൂടെ സംരക്ഷിക്കണം. അതിനൊരു എന്താ പറയുക, ഒരു വെൽഫെയർ തന്നെ സഭകൾക്കുണ്ടാകും. മറ്റുള്ളവരെ പരിഗണിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും നമുക്ക് മനസ്സുകൊണ്ട് കഴിയുമ്പോൾ തന്നെ ഭൗതികമായ കാര്യങ്ങൾ കൂടെ
നമുക്ക് അവർക്ക് വേണ്ടി പരിഗണനയിൽ വെക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ അവിടെ ഒരു ചിന്ത വരും. അത് ഇവർക്ക് അപ്പോസ്തലന്മാരിലുള്ള ട്രസ്റ്റ് നമ്മൾ പഠിക്കണം. വിശ്വാസികൾ, ഞങ്ങളെ പാസ്റ്റർമാര്, ടിജോ പാസ്റ്റർ, നിങ്ങൾക്കെല്ലാം വിശ്വാസമാണെന്ന് എനിക്കറിയാം, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ പല സമയത്തും പല ഇടങ്ങളിൽ ഈ വിശ്വാസം ഇല്ലാത്തതാണ്. പാസ്റ്റർ ഏൽപ്പിച്ചാൽ അതെങ്ങനെയാണ്, ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കണക്ക് പോയി, അതെങ്ങനെ അങ്ങനെ അതൊന്നുകൂടെ പറഞ്ഞേ, എനിക്ക് സംശയമുണ്ട്. നല്ലതാണ് ചോദിക്കുന്നത്, പക്ഷെ ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകും. തെറ്റിപ്പോകും. കാരണം ഇവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ ഇവരെ അത്രമാത്രം എന്താ അവര് വിശ്വസിക്കുകയാണ്. നമ്മുടെ പാസ്റ്ററെ നമ്മൾ വിശ്വസിച്ചില്ല, പിന്നെ ആരാ വിശ്വസിക്കുക? അല്ലെ, നമ്മുടെ ഇടയിലെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് വിശ്വസിക്കുക? അത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇടയന്റെ കുറ്റം മറ്റൊരാളോട് പറയും, നമ്മുടെ നടത്തിപ്പുകാരുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നതിന്റെ കാരണം നമുക്ക് ഒരു വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആദിമസഭ എങ്ങനെ ആയില്ല, അതിന്റെ സംവിധാനങ്ങളിൽ അവരെ അപ്പോസ്തലന്മാരെ വിശ്വസിച്ചിരുന്നു. ഓക്കെ, ഇനി 5-ാം അധ്യായം പഠിക്കുമ്പോൾ 5-ാമത്തെ ചിന്ത, അവർ ശിക്ഷണം നടത്തിയിരുന്നു. ആദിമസഭയുടെ സംവിധാനത്തിൽ സഭ ശിക്ഷണം നടത്തിയിരുന്നു. സഭ ശിക്ഷിക്കുമായിരുന്നു വിശ്വാസികൾ. 5-ാം അധ്യായം നമുക്കറിയാമല്ലോ, അനന്യാസ് സഫീറയും കുറ്റം ചെയ്തതിനെ കുറിച്ച് നമുക്കറിയാം. പത്രോസ് അവരോട് വളരെ കാർക്കശ്യത്തോടു കൂടിയാണ് ഇടപെട്ടത്. പത്രോസിലെ ആ ഒരു എടുത്തു ചാടുന്ന ആ ഒരു പ്രകൃതത്തിന്റെ ചെറിയൊരു ഭാഗം അവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചു. ഒരു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അത്രയും പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക് പോലും അവരെ കൊണ്ട് നേറ്റൊക്കെ പറയിപ്പിച്ച് ചിലപ്പോൾ ഒന്ന് മടങ്ങി വരാനുള്ള അവസരം കൊടുത്തത്. പക്ഷെ ശിക്ഷിച്ചിരുന്നു. സഭയ്ക്ക് ഒരു ശിക്ഷണ നടപടിയുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ലേഖനങ്ങളിൽ ശിക്ഷണ നടപടിയുടെ ക്രമമൊക്കെ പൗലോസൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, അവനെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, സഭയിലെ പ്രധാനപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തി ഒന്നും കൂടെ ആ വ്യക്തിയെ കണ്ടു ബോധ്യപ്പെടുത്തുക. മൂന്നാമത്തെ, പൊതുസഭയെ അറിയിച്ച ശേഷം അവനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുക, ആ ഘടകത്തിൽ നിന്ന് മാറ്റുക. ഇതാണ് സഭയുടെ ശിക്ഷണ നടപടി. പക്ഷെ നമുക്കറിയാം സഭയുടെ ശിക്ഷണ നടപടികളിലും ഇന്ന് വ്യത്യസ്തതകൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ചർച്ചയിൽ ഒരു സാധാരണ വിശ്വാസം, അദ്ദേഹം ഒരു ഉപജീവനം കഴിക്കുന്നത് മീൻ കച്ചവടം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. അദ്ദേഹത്തിന് ഒരു വണ്ടി വിട്ട് അതിൽ ഗ്രാമങ്ങളിലേക്ക് മീനുമായി. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കൽ മദ്യപിച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ സഭ അതിലിടപെട്ടു, ഭയങ്കര വിഷയമായി. പൊതുവായി വിളിച്ച് അവരെ ശാസിച്ച ശേഷം അദ്ദേഹത്തോട് മാപ്പെഴുതി വാങ്ങിച്ചു, ആ മോനോട് എഴുതി വാങ്ങിച്ചു. എന്നിട്ട് ഈ വീട്ടുകാരെ മുഴുവനായിട്ട് 3 മാസത്തേക്ക് വിലക്കി. സാക്ഷ്യം പറയണ്ട, ആരാനിക്ക് വന്നിരിക്കാം, വേറൊരു കാര്യം, അവരുടെ വീട്ടിൽ പ്രാർത്ഥനയില്ലെന്നും വിലക്കി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ ദയനീയമായൊരു കാര്യം. എന്നോട് പറഞ്ഞു, സാറേ, എന്നെ വിലക്കിയതോ അതിന് ശിക്ഷ അല്ല, പക്ഷേ സഭയിൽ ഒരു പ്രധാനിയായ മനുഷ്യൻ, ഇച്ചിരി പൈസ വച്ചാണ്, പുള്ളിക്ക് ഇച്ചിരി സംസാരിക്കാൻ കഴിവുകൊണ്ട് പൈസയുണ്ട്. ഇദ്ദേഹത്തിന്റെ മകൻ വർഷങ്ങളായിട്ട് മദ്യപിച്ച് നടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞൊരു വർഷങ്ങളായിട്ട് മദ്യപിച്ചത്. അവൻ ഈ ചർച്ചയിൽ വന്നുകൊണ്ടിരുന്ന പയ്യനാണ്. അവൻ ഈ സഭയിൽ അംഗത്വമുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നു വരെ ഒരു നടപടിക്രമം ഉണ്ടാകും. എൻ്റെ മകൻ സഭയിൽ വന്നുകൊണ്ടിരുന്ന അവൻ ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയി. തെറ്റാണ് ശിക്ഷണം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷയ്ക്ക് 2 പേർക്ക് 2 രീതിയിൽ പോയി? അതൊരു ഒരു ചോദ്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ശിക്ഷണ നടപടി എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാര് മുഖപക്ഷമില്ലാതെയാണ് ആ കാര്യത്തിൽ. ഞാൻ പറയുന്നത്, ദൈവദാസന്മാർ, ദൈവമക്കൾ ശിക്ഷണ നടപടികളിൽ മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. ആദിമസഭയുടെ സംവിധാനങ്ങളിൽ ശിക്ഷണമുണ്ടായിരുന്നു. സഭ ശിക്ഷിക്കപ്പെടണം. സഭയിലെ വിശ്വാസികൾ ശിക്ഷക്കർഹരാണെങ്കിൽ അവരെ ശിക്ഷിച്ചിരിക്കണം. സഭ അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഒരു പ്രത്യേകത, സഭയിൽ വിവിധ ശുശ്രൂഷാ സ്ഥാനികൾ ഉണ്ടായിരുന്നു. സഭയിൽ വിവിധ ശുശ്രൂഷാ സ്ഥാനങ്ങൾ 6-ാം അധ്യായം കൊണ്ട് പഠിപ്പിക്കുന്നു. 6-ാം അധ്യായത്തിന് 1 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ വർദ്ധിച്ചു വന്നപ്പോൾ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ തങ്ങളുടെ വിധവമാർ അവഗണിക്കപ്പെടുന്നുവെന്ന് യവനായ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാകുകയും അപ്പോൾ തന്നെ അപ്പോസ്തലന്മാർ 12
പേരും കൂടി ശിഷ്യ സമൂഹത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ പരിചരിക്കുന്നത് ശരിയല്ല. ആകയാൽ സഹോദരന്മാരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തിരഞ്ഞെടുക്കും. നമുക്കറിയാലേ സ്റ്റെഫാനോസിനെയൊക്കെ തിരഞ്ഞെടുത്ത 7 പേർ. അപ്പൊ ഇവര് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇത് രസകരമായി ചിന്തിക്കുന്ന ഈ പഴയ കാലത്തെ ഉപദേശിമാര് അപ്പച്ചന്മാരൊക്കെ പലപ്പോഴും ഒരു പദം പറയും, മേശയെങ്കിലെ ശുശ്രൂഷ എന്ന് പറയും. അപ്പൊ എന്നോടൊരിക്കലും ഒരു പാസ്റ്റർ, അദ്ദേഹം പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ വളരെ സീനിയർ ആയ ഒരു പാസ്റ്ററാണ്, എൻ്റെ ഒരു ശിഷ്യനും കൂടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ ഈ മേശയെങ്കിലെ ശുശ്രൂഷ ആർക്കും വിട്ടുകൊടുക്കരുത്. ഞാൻ ചോദിച്ചാൽ പാസ്റ്റർ, ഈ മേശയെങ്കിലെ ശുശ്രൂഷ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടല്ല, നമ്മൾ സഭയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ ആർക്കും വേറെ ആരെയും ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ അത് അങ്ങനെ മേശയെങ്കിൽ ശുശ്രൂഷ പുള്ളി വ്യാഖ്യാനിച്ചെന്ന് അറിയും. മേശയുടെ പുറകിൽ നിന്നുള്ള ശുശ്രൂഷ എന്നാണ് ചിന്തിച്ച പുള്ളി. മേശയെങ്കിൽ ശുശ്രൂഷ, മേശയെങ്കിലും ശുശ്രൂഷ ഇവിടെ അർത്ഥമാക്കുന്ന അപ്പോസ്തലർ 6 അധ്യായം വിളമ്പ് കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്നവന്റെ കാര്യം പറഞ്ഞേ. അതായത് വിധവമാർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോസ്തലന്മാർ പറയാം, ഞങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഇതിനകത്തൊക്കെ ഇടപെടുന്നതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ ഭൗതിക കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതിനു വേണ്ടി ഒരു സംവിധാനം അത് ആദിമ സഭയ്ക്കുണ്ടായി. സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ, അപ്പോൾ തന്നെ ഭൗമികമായ കാര്യം, സഭയ്ക്ക് സ്ഥലം മേടിക്കണം, സഭയ്ക്കകത്ത് സഭയ്ക്ക് കെട്ടിടം വേണം, സഭയ്ക്കകത്ത് സാധന സാമഗ്രികൾ വേണം, സഭയിലെ ആളുകളുടെ വിഷയങ്ങളെ പരിഹരിക്കണം, സഭാജനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കണം, അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം. ഇതിന് സഭയ്ക്കകത്തുള്ളവർ സുസജ്ജമായിരിക്കണം. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്, ആദിമ സഭ ചെയ്തത്. പക്ഷെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ക്വാളിറ്റി നമ്മൾ പഠിക്കണം. ഈ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇല്ലാത്തവരെ തിരഞ്ഞെടുക്കും. കാശുള്ള അച്ചായനെ അല്ല തിരഞ്ഞെടുക്കുന്നത്, പിന്നെ ക്വാളിറ്റി ഉള്ള അച്ചായനെ വേണം തിരഞ്ഞെടുക്കുക. പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞത്, മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് നാട്ടുഭാഷയാണ്, തെറ്റിദ്ധരിക്കരുത്, അത് അൺപാർലമെന്ററി ആയിട്ട് ചിന്തിക്കരുത്. മൂപ്പന്മാരെന്ന് പറയുന്നത് മുതുക്കന്മാരല്ല എന്ന് അദ്ദേഹം പറയാം. അപ്പൊ ആളുകളിലെല്ലാം ധാരണ, ഒരു മൂപ്പൻ സഭയിലുണ്ടെങ്കിൽ ആ സഭയിൽ ഏറ്റവും പ്രായമുള്ള ആളെ പിടിച്ച് മൂപ്പനാണ്. അവസാനം ഈ മൂപ്പനായി പാവപ്പാട് സഭയ്ക്ക് എന്ത് ചെയ്യും? പ്രശ്നമാണ്. അപ്പൊ മൂപ്പൻ എന്ന് പറയുന്നത് പ്രായമുള്ള ഒരു അപ്പച്ചൻ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ, മൂപ്പൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ എൽഡറാണ്, സ്പിരിച്വലി പക്വതയുള്ള ആൾ എന്നാണ്. സ്പിരിച്വലി പക്വതയുള്ള ആൾ, ആൾക്കൊരു പക്വത ഉണ്ടായിരിക്കണം, ആത്മീയ പക്വത, അതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 7 പുരുഷന്മാരെ തെരഞ്ഞെടുക്കുന്നു. അവരെ കുറിച്ച് പറയുകയാണ്, അവർ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷൻ. അപ്പൊ അവരുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാ, അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. അപ്പോൾ തന്നെ വിവേകമുള്ള മനുഷ്യരാ, ജ്ഞാനമുള്ള. ഇവിടെ ജ്ഞാനം എന്ന പദത്തിന് വിവേകം എന്നാണ് അർത്ഥം, വിവേകമതികൾ എന്നാണ്. കാരണം ഈ ജ്ഞാനവും വിവേകവും രണ്ടാണ്. ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനി, പക്ഷെ പുള്ളിക്ക് വിവേകം ഇല്ലാതെ. നമുക്കുള്ള ജ്ഞാനത്തെ കൃത്യതയോടുകൂടി ഉപയോഗിക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ജ്ഞാനമുണ്ട്, ആ ജ്ഞാനത്തെ കൃത്യമായി, ഇപ്പൊ ഒരുത്തൻ ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള ജ്ഞാനമുണ്ട്, അവനത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ഹിരോഷിമയിൽ അവിടെ കൊണ്ടിട്ട് നശിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിന് വിവേകമില്ല അവർ ചെയ്യുന്നത്, അതാണ് പ്രശ്നം. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഇതിരിക്കും ഈ മൂലകങ്ങളൊക്കെ നമ്മുടെ ഈ ഇവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാം, ഇല്ലേ? അപ്പൊ അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഏതൊരു കാര്യത്തെയും നമ്മൾ വിവേകപൂർവം, അപ്പൊ വിവേകമുള്ളവരായിരിക്കണം സഭയെ പരിപാലിക്കും എന്ന് പറഞ്ഞാൽ സഭയുടെ പാസ്റ്ററല്ല, സഭയുടെ പാസ്റ്റർ ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ തന്നെ സഭാജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, ഇനി നമ്മുടെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ സഭയിലെ സെക്രട്ടറി, നമ്മുടെ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ, നമ്മുടെ സഭയിലെ യൂത്ത് വിങ്ങിന്റെ ലീഡേഴ്സ്, ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ക്വാളിറ്റി ഉള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഈ ക്വാളിറ്റി എന്താണ്? അവർ കൃത്യമായി പറഞ്ഞു, അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം, അവർ വിവേകമതികളായിരിക്കണം, ഒരു കാര്യത്തെ വിവേകപൂർവ്വം ചെയ്യാനായിട്ട് കഴിയണം. മൂന്നാമത് പറയാണ്, നല്ല സാക്ഷ്യമുള്ളവരായിട്ട്. നല്ല സാക്ഷ്യം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ആ പ്രസ്ഥാനത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന കാലത്ത് യൂത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പം ഈ പ്രസ്ഥാനത്തിലുള്ള ചില ആളുകൾക്ക് യൂത്തിലേക്ക് കുറച്ചുപേരെ കോപ്റ്റ് ചെയ്തു. ഞാൻ അന്ന് അതിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നു. അപ്പോൾ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പറഞ്ഞു ഒരാളെ സജസ്റ്റ് ചെയ്തു, ഒരു സഹോദരൻ. അപ്പോൾ സജസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവിൽ എടുക്കണം, ട്രഷററാക്കണം എന്ന് പറഞ്ഞു.
അപ്പം എന്തുകൊണ്ടോ ഒന്ന് രണ്ട് പേര് അതിനെ താല്പര്യപ്പെട്ടില്ല, അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു, അത് ശരിയാവില്ല എന്നൊക്കെ. എന്റെ രസം എന്താണെന്ന് ചിലപ്പോൾ അത് വിഷമമുണ്ടായിരുന്നു. പിന്നീട് ഈ മനുഷ്യൻ, അദ്ദേഹം ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന് 1 കിലോമീറ്റർ അപ്പുറം താമസിക്കും. പിന്നീടാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം 2 കുഞ്ഞുങ്ങളുള്ള ഒരു സഹോദരിയെ അടിച്ചോണ്ട് പോകുന്ന ആൾ, അടിച്ചോണ്ട് പോകും. എന്നിട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യാൻ താമസിക്കില്ല. മാത്രമല്ല അവരും ഇദ്ദേഹവും ഈ ചർച്ചിൽ വന്ന് കൂടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ ആ ചർച്ചിലെ പാസ് ഇത് അറിഞ്ഞിരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ചെന്ത് ചെയ്യുക, യൂത്തിന്റെ ജനറൽ ട്രഷറാക്കാൻ നോക്കുക. യഥാർത്ഥത്തിൽ പിന്നീട് അത് പിന്മാറിപ്പോവുകയും ഇപ്പൊ മണർകാട് പള്ളിയിലെ അംഗത്വം എടുക്കുകയും പിന്നീട് 2ാമതൊരു വിവാഹം കഴിച്ച് ഈ 2 പേരുമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന ആളുകളെ എപ്പോഴും പരിശോധിക്കുന്നത്, ഞാനത് ഒരു കുറ്റം പറഞ്ഞല്ല. അതിന്റെ കാരണം അവർക്ക് ചില രഹസ്യ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടയ്ക്ക് അനുസൃതമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. അപ്പൊ അതല്ല നമ്മൾ നോക്കേണ്ട ക്വാളിറ്റി. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ നമ്മൾ ഒരു ഇതിന് വെക്കും. നമുക്ക് ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചകൾക്ക് അവർ ചെയ്യുന്ന ഒരു ഗുണം ഞാൻ പറയും, എനിക്കിഷ്ടപ്പെട്ടു. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നമ്മൾ പറയുന്നത്, ഇപ്പൊ വിദേശ രാജ്യങ്ങളും അങ്ങനെയാണ്, പാശ്ചാത്യ രാജ്യങ്ങളും അങ്ങനെയാണ്. ഇവിടെ നമ്മൾ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂത്ത് പാസ്റ്റർ എന്നാണ്. യൂത്ത് സെക്രട്ടറി അല്ല, യൂത്ത് പാസ്റ്റർ. ചിൽഡ്രൻസിന്റെ പാസ്റ്റർ, കുട്ടികളുടെ പാസ്റ്റർ എന്നൊക്കെ അവർ പറയും. വിമൺ പാസ്റ്റർ അവർ പറയും. അങ്ങനെ പോസ്റ്റ് കൊടുക്കും. അപ്പൊ ആ ഇടയന്റെ മനോഭാവത്തോടു കൂടി വേണം ആ ജനത്തെ എന്ത് ചെയ്യാൻ പരിപാലിച്ചു. അപ്പൊ സഭയുടെ കമ്മിറ്റി ആകട്ടെ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരാകട്ടെ, യൂത്തിന്റെ ലീഡേഴ്സ് ആകട്ടെ, ഇവരെല്ലാം ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. അവര് ആത്മനിറവുള്ളവരായിരിക്കണം, വിവേകപൂർവ്വം ഇടപെടുന്നവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. അതാണ്, നല്ല സാക്ഷ്യം ഉള്ളവരായിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം അവര് അങ്ങനെ തന്നെ ആയിരുന്നു. 7 പേര്. അതിനകത്ത് പിന്നെ കുറച്ച് പിന്നീട് ഉപദേശപുരുഷർക്ക് ഉണ്ടാക്കിയവന്മാരുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ പിൽക്കാലത്ത്, അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികളെ ഞാൻ പറയാം, നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നോ പറയരുത് കേട്ടോ. എൻ്റെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഞാൻ ഒരു ദൂത് പറയും. ഒരു ദൂതെന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് പറയാം. നമ്മളെ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുത്താൽ ഫാസ്റ്റ് പറയാണ്, ബെറ്റി സിസ്റ്റർ ഇങ്ങനെ ചെയ്യണം, ഈ ഒരു പൊസിഷനിലേക്ക് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ എന്നെ പാസ് എനിക്ക് തരക്കാം. നോ പറയരുത്. അതിന്റെ കാരണം അറിയും, ദൈവം ആണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ബോധ്യത ഉണ്ടാകും. ഒരു ചർച്ചിൽ ഒരു ചെറിയ പോസ്റ്റാ ചെയ്യുന്നെങ്കിലും അതും ദൈവം നൽകിയ വലിയ പദവിയാണ്. ആ പദവി നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും, ഏറ്റവും വിശ്വസ്തത. അതിനാണ് വചനം പറഞ്ഞത്, അല്പത്തിൽ നമ്മളുടെ വിശ്വസ്തതയ്ക്ക് ദൈവം തരുന്ന പ്രതിഫലം വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ, അധികത്തിൽ വിചാരം, അധികത്തിന്റെ വലിയ കാര്യങ്ങളിൽ മേൽവിചാരത്തിലേക്ക്, വിചാരകത്വത്തിലേക്ക്, ലീഡർഷിപ്പിലേക്ക് ദൈവം. അതിന് തെളിവ് എന്താണ്? സ്റ്റെഫാനോസിനെ മേശ വിളമ്പാനായിട്ട് തിരഞ്ഞെടുത്ത ആ സ്റ്റെഫാനോസ് ആണ് ഏറ്റവും അതുല്യമായ പ്രസംഗം. ഒരുപക്ഷെ ബൈബിളിൽ കൊടുത്തിട്ട് എല്ലാ പ്രസംഗങ്ങളും എടുത്തു വെച്ചാൽ 1 എന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രസംഗമാണ് സ്റ്റെഫാനോസ്. ഒറ്റ പ്രസംഗം പറഞ്ഞുള്ളൂ, പക്ഷെ അതൊരു പ്രസംഗമാണ്. ഫിലിപ്പോസ് പിൽക്കാലത്ത് കണ്ടില്ലേ, ചരിത്രത്തിൽ സുവിശേഷകൻ എന്ന പേരിൽ ബൈബിളിൽ അറിയപ്പെടുകയാണ്. ദൈവം ഉപയോഗിക്കുന്ന, അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന വഴികൾ നമ്മൾ. അപ്പം അവിടെ എനിക്ക് മനസ്സിലായിരിക്കും, ഇവര് 2 പേര് യഥാർത്ഥത്തിൽ ഇവരെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വിശ്വസ്തത പുലർത്തി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഓർക്കുക, ഞാൻ മാതൃകയാക്കുന്ന ഒരു ലീഡർ എനിക്കുണ്ട്. അത് എൻ്റെ പ്രിൻസിപ്പളാണ്. ഞാൻ പഠിച്ച കോളേജിലെ പഴയ പ്രിൻസിപ്പൾ. അദ്ദേഹം ഞാൻ ഉൾപ്പെട്ടു നിന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്. ഞാനെപ്പോഴും ഈ കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം വന്ന് അവിടെ വന്ന് ഏറ്റവും അവസാനം ഞങ്ങളുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾ കോളേജിലെ പിള്ളേരുടെ കൂടെ അല്ലെ അവിടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കും, ഞങ്ങളുടെ കൂടെ ഇരുന്ന കഴിക്കും. അവസാനം നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോയി ആ ഉള്ളതെല്ലാം നമ്മൾ വീതിച്ച് ആ കൂടെ ഇരുന്ന് കഴിക്കും. 2 വരുന്ന വഴിക്ക് എന്തെങ്കിലും വേസ്റ്റോ മറ്റോ സാധനങ്ങൾ കണ്ടാൽ ഒരാളെ വിളിക്കുക, ഈ വന്നേ മോനി വന്നേ എന്ന് വിളിക്കുക. പകരം അദ്ദേഹം നടന്നു എന്ന് അത് എടുക്കും. സ്വാഭാവികമായി കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ ഓടിച്ചത് സാർ എടുക്കട്ടെന്ന് പറഞ്ഞെന്ത് ചെയ്യും, അത് ഇപ്പൊ മേശ അഴുക്കായി കിടക്കുന്ന കണ്ടാൽ അദ്ദേഹം
കിച്ചണിലേക്ക് വന്നൊരു തുണി എടുത്ത് വന്ന് തുടയ്ക്കും. അപ്പൊ അത് തുടയ്ക്കാതെ എടുക്കുമ്പോൾ അറിയാം എന്തോ സാറേ ഞങ്ങൾ ഇരുന്നു ഇനി അഴുക്കാട്ട് എടുക്കണേ മോനെ ആ ചൂലിങ് എടുത്തോണ്ട് വന്നേ എന്നേ പറയത്തുള്ളൂ. നമ്മളോട് തൂക്കാൻ പറയുന്നില്ല. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഒരു ഗുണമുണ്ട്. പിൽക്കാലത്ത് നമുക്കും ഇത് തന്നെ കുറെ കൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അനുകരിക്കാൻ പറ്റും. അപ്പൊ ഇനി വേണ്ടതില്ല, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിട്ടിരുന്നാൽ വലിയ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. അപ്പൊ ഒരു കാലത്ത് നമ്മളൊരു സ്റ്റേജിൽ വരിക, വചനം പഠിപ്പിക്കുക, വചനം പ്രസംഗിക്കുക, ഇതൊക്കെ അസാധ്യമായി നിന്നൊരു കാലഘട്ടം. പക്ഷേ അന്ന് നമ്മളിവിടെ കസേര ഇട്ടു. ഞാൻ എത്രയോ കൺവെൻഷന് കസേര ഇട്ട് കൊടുത്ത ഒരാളാണ്. സ്റ്റേജ് കെട്ടി 12 കാവല് കിടന്നിട്ടു, സൗണ്ട് സിസ്റ്റത്തിന് കാവൽ കിടന്നിട്ടു. മഞ്ഞു അടിച്ച് ഈ ഡിസംബർ ജനുവരി മാസം പല സ്ഥലത്ത് കിടക്കേണ്ടി വന്നിട്ടു. അപ്പോൾ പിന്നീട് നമ്മളെ സ്റ്റേജിൽ ദൈവം കൊണ്ട് നിർത്തുമ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ പരാതി കൂടാതാണ് ചെയ്തത്. പ്രതിഫലേച്ഛ കൂടാതെ, വണ്ടിക്കൂലി കിട്ടിയാൽ കിട്ടി, ഇല്ല ഭക്ഷണം കിട്ടിയാൽ കിട്ടി, ഇതൊന്നും വിഷയമല്ല. അങ്ങനെ നിൽക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഞാൻ എന്തോ വലിയ ആളായെന്നുള്ള അർത്ഥത്തിൽ പറയില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മൾ ഉയർത്തും. അങ്ങനെയാണ് ശുശ്രൂഷയുടെ വളർച്ച എന്ന് പറയുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന അനുഭവങ്ങളുടെ 100 ഇരട്ടി. ഇതൊന്നും അല്ല. അടുത്ത പറഞ്ഞാൽ മലയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയ വാറക്കഷ്ണം വെച്ച പോലെ ടിജോ പാസ് മുമ്പിൽ ഞാൻ ഈ അനുഭവം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് മല പോലെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തോടെ ഞാൻ ചെറിയൊരു കുന്നു വെട്ടി വെക്കുന്നതിൻ്റെ അർത്ഥമൊന്നും. ഞാൻ ക്ലാസ്സിൽ സന്ദർഭവശാൽ പറഞ്ഞോളൂ, ടിജോ പാസ് കേൾക്കണ്ട കിട്ടേ ബാക്കിയുള്ളവർക്ക് വേണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പദവി ദൈവമാണ് തരുന്നത്. ഞാൻ എപ്പോഴും എന്റെ ചർച്ച പറയാം, അപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരം നിസാരമായിട്ട് കാണരുത്. ഓ ക്ലാസ് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെയുള്ളവനെ വെക്കുകയും ചെയ്യരുത്, അങ്ങനെ ഉള്ള ആളത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെയല്ല, ദൈവമാണ് എനിക്ക് പദവി തരുന്നത്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു സഭയിൽ ചെന്നപ്പോ ചാർജ് എടുത്തപ്പോ അവിടുത്തെ ഈ നേരത്തെ ഇരുന്നൊരു പാസ്റ്റർ അവിടെ ഇരുന്ന സെക്രട്ടറി നല്ലൊരു സഹോദരനായിരുന്നു, നല്ല കഴിവും പ്രാപ്തിയുള്ള സഹോദരനായിരുന്നു, നല്ല അനുസരണമുള്ള സഹോദരൻ. ഈ പാസ്റ്റർക്ക് ഞാൻ ചെന്നത് അത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഇദ്ദേഹം, നമ്മുടെ സഹോദരൻ തന്നെയാണ്, ഇദ്ദേഹം അവിടെ ചെന്ന് ഓരോ ദിവസവും ആ വീട്ടിൽ കയറി പറഞ്ഞു ഒരു 2-3 മാസം കൊണ്ട് പുള്ളിയെ കൊണ്ട് രാജിവെപ്പിച്ചു. ഞാനടുത്ത് പറഞ്ഞു, സഹോദരാ നിങ്ങൾ ഇത് ചെയ്യരുത്, ദൈവം നിങ്ങൾ ഈ പദവിയിലാക്കിയില്ല. അങ്ങനെ വിശ്വാസികൾ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇവരിങ്ങനെ പറഞ്ഞു രാജിവെച്ചപ്പോൾ ഇവർക്കും ആശ്വാസം, മറ്റവർക്കും ആശ്വാസം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സഭയിൽ ചോദിച്ചു, ഈ രാജി എല്ലാവരും സ്വീകരിക്കുന്നു? ആരും പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല പാസ്റ്റേ, അദ്ദേഹം തന്നെ ഇരിക്കട്ടെ. പക്ഷെ പുള്ളി പാസ്റ്റർ പിടിച്ചേക്കുന്നത് ഓക്കെ, ഞാൻ വിട്ടു. ഞാൻ പാസ്റ്റർ ഒരു കാര്യം, ഞാനൊരു സാധാരണ സഹോദരൻ, അദ്ദേഹം അത്ര വലിയ പ്രാപ്തി എന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും പറയാൻ പ്രാപ്തിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ജോമോന് സാറേ ഞാൻ പറഞ്ഞു ഈ കുഴപ്പമില്ല, ഒന്നും ചെയ്യണ്ട, ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഒരു ഗുണമുണ്ട്, ചെറിയ ചർച്ച, പക്ഷെ ഒരു ഗുണമുണ്ടായി. അദ്ദേഹം തന്നെ പിന്നീട് എഴുന്നേറ്റ് പറഞ്ഞു, ദൈവം എനിക്ക് ഈ ശുശ്രൂഷ അല്ലെങ്കിൽ എന്നെ ഈ പദവി ഏൽപ്പിച്ച ശേഷം എന്നെ ആത്മീയമായി ഭൗതികമായി ദൈവം വളർത്തി. അവന്റെ സ്ഥിതി തന്നെ മാറിയെന്ന്, അവന്റെ വീടിന്റെ സ്ഥിതി മാറി, സാഹചര്യം മാറി, ദൈവം എന്നെ അനുഗ്രഹിച്ചു. രസം എന്നറിയോ, ഈ മസിൽ വിളിച്ചിറങ്ങിപ്പോയ സഹോദരൻ അവസാനം അവൻ താഴേക്ക് വന്നു. അവന് ബാധ്യതകൾ കൂടാനും പ്രശ്നങ്ങൾ കൂടാനും ഒന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അവസാനം ആ കുടുംബം എഴുന്നേറ്റ് നിന്ന് സഭയിൽ പൊതുവായിട്ട് സാക്ഷ്യത്തിലൂടെ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് തന്ന അവസരം, ദൈവം ഞങ്ങൾക്ക് തന്ന പദവി ഞങ്ങള് ഉപയോഗിച്ചില്ല, ദൈവശബ്ദ തെറ്റ് ചെയ്തു, അവിടെ ദൈവമക്കൾ ക്ഷമിക്കണം, കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ടോ? ഈ സാഹചര്യം കണ്ടോ, ചെറുതാണ്. സൺഡേ സ്കൂൾ പഠിപ്പിക്കാനാണോ, യൂത്തിനാണോ, ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യാനാണോ, ഒരു ബൈബിൾ സ്റ്റഡി ലീഡ് ചെയ്യാനാണോ? പറയുമ്പോഴേ പാസ്റ്റർ സമയം ഉണ്ടാക്കി ചെയ്യണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയല്ലേ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അല്ലെ? ഓക്കെ, ഞാൻ അതവിടെ നിൽക്കുന്നില്ല. ആ 2 പോയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സഭയിൽ വിവിധ ശുശ്രൂഷാ സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇനി കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധനം സമാഹരിച്ചു കൊടുക്കുമായിരുന്നു സഭ. കർത്തൃ ശുശ്രൂഷയ്ക്ക് ധനം സമാഹരിക്കും. നമുക്കറിയാം, പല സഭകളെ കുറിച്ച് പൗലോസ് പറയുന്നു, ഫിലിപ്പിയ സഭ അടക്കമുള്ള സഭകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ധനസമാഹരണ സഭ നടത്തും. എന്തിനാ? ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി, ദൈവദാസന്മാരെ അല്ലെങ്കിൽ നേതൃത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭ ധനം സമാഹരിച്ചു കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, ധനം നമ്മൾ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടത് ആൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പോടെ കൊടുക്കണം.
ദൈവനാമത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ പിശുക്ക് കാണിക്കാനും അതിൻ്റെ അകത്ത് നമ്മൾ കണക്ക് പറയാനും ഒന്നും നിൽക്കരുത്. കണക്ക് കാര്യമൊക്കെ വേണം, അത് പ്രാദേശിക ഘടകത്തിന് വേണം. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ പറഞ്ഞത് നിങ്ങൾ ഹൃദയപൂർവ്വം കൊടുക്കണം. 2, സന്തോഷത്തോടു കൂടി കൊടുക്കണം, മനസ്സോടെ കൊടുക്കണം, താല്പര്യത്തോടെ കൊടുക്കണം. മടിയോടെ കൊടുക്കുന്നത് കൊണ്ട് നന്മയുണ്ടാകുകയും, കാരണം ഹൃദയം നല്ലതല്ലെങ്കിൽ യാഗം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെയാണല്ലോ കയീൻ ഹാബീൽ സംഭവത്തിൽ നടന്നത്. അല്ലാതെ കയീൻ, ചില പണ്ടൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേട്ടോണ്ട് അപ്പച്ചന്മാരൊക്കെ പറയും കയീന് അത് ജീവനില്ലാത്ത കൊണ്ടൊന്നും, അവൻ പച്ചക്കറി കൊണ്ടുവന്നുകൊണ്ടാണ്, അത് കിഴങ്ങുവർഗം കൊണ്ടുവന്നാണ്, ജേനയും കാച്ചിലും കൊണ്ടുവന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതല്ലെന്ന് ബൈബിള് കൃത്യമായിട്ട് പറയുന്നു. കർത്താവ് തന്നെ നേരിട്ട് പറയുന്നുണ്ട്, നിന്റെ മനസ്സ് ശരിയല്ല, നിന്റെ മനസ്സ് ശരിയല്ല. യാഗം അർപ്പിക്കുന്ന യാഗാർപ്പകന്റെ മനസ്സിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കൊടുക്കാനുള്ള മനസ്സിന് ഒത്തിരി പ്രാധാന്യം. നന്നായി കർത്താവിന്റെ വില കൊടുക്കാൻ, അഭിഷേകന്മാർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. എനിക്കറിയാം ഈ സഭയൊക്കെ അങ്ങനെ ചെയ്യുന്ന സഭയാണ്. കർത്താവിന്റെ ദാസനത് പറഞ്ഞ് എനിക്കറിയാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, സഹോദരന്മാരെ മറ്റു സഭകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് കത്തുകൾ എഴുതുമായിരുന്നു. അത് അപ്പോസ്തലന്മാർ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സഹോദരന് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ ബർന്നബാസ് ചെന്ന് കിലിക്കയിൽ ചെന്ന് തർസൂഷുകാരൻ ശൗലിനെ, ഈ യെരൂശലേം സഭയെന്ന് പുള്ളി ആകപ്പാടെ വിളിച്ച് പോയത് എവിടാന്ന് പോലും അറിയത്തില്ല. നമ്മളെ പറഞ്ഞ അവൻ പോയ പൊക്കമുണ്ട്. അത് മാത്രമല്ല ഭയങ്കര കപ്പാസിറ്റി ഉള്ള, അവൻ വന്നാൽ നമുക്ക് പണിയാവും, നമുക്ക് പാരയാവും എന്ന് പറഞ്ഞവനെ ഓടിച്ചു വിടുകയല്ല. ഓടിച്ചു വിടുന്ന ഘട്ടത്തിൽ അവിടെ എന്ത് ചെയ്തേ, അവിടെ ചെന്ന് തപ്പിപ്പിടിച്ച് ഈ മനുഷ്യനെ എന്നെക്കാൾ ഇവൻ പ്രയോജനപ്പെടും എന്നുള്ള ബോധ്യതയോടെ ബർന്നബാസ് എവിടെ കൊണ്ടുവരികയാണ്? അന്ത്യോക്യ സഭയിൽ കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൈവച്ച് പിന്നെ പോവാ. പിന്നെ ബർന്നബാസ് അല്ല ലീഡർ, പൗലോസ് അല്ല ലീഡർ. അപ്പൊ ലീഡർഷിപ്പിലേക്ക് ആളുകളെ കൊണ്ടുവരിക, ദൈവവേലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, സഭകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ചില അങ്ങനെ ചെയ്യത്തില്ല. ഈ നമ്മളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അപ്പോഴും ഇപ്പുറത്ത് കയറി വെട്ട്, ഒന്നിനും കൊള്ളത്തില്ല, പഠിപ്പിക്കാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല, ചുമ്മാണ് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് വെട്ടോടെ വെട്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ വിശ്വാസികൾക്കിടയിൽ അത്തരം പ്രശ്നങ്ങളിലും സ്വാസന്മാർക്കിടയിലൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ വെട്ടുകൊടുക്കാറുണ്ട്, ഇഷ്ടംപോലെ വെട്ട്. ഞാൻ എപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, കഴിവിന്റെ പരമാവധി ഞാൻ ഒരാളെയും വെട്ടാൻ, അവരുടെ കഴിവുകളെ വെട്ടാൻ, അവർക്കൊരു അവസരം ഉണ്ടെങ്കിൽ നിഷേധിക്കാൻ ഞാൻ ഇന്നുവരെയും തയ്യാറായിട്ടില്ല. അത് ചെയ്യാതിരിക്കാൻ പരിപൂർണമായി ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒത്തിരി വെട്ട് കിട്ടിയതുകൊണ്ട് അങ്ങനെ മറ്റൊരാൾക്ക് വെട്ടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അവസാനത്തെ പറഞ്ഞ് നിർത്താം. നിശ്ചിത ദിവസം വിശ്വാസികൾ കൂടി വന്നു. അതാണ് ആദിമസഭയുടെ സംവിധാനത്തിൽ ഒന്ന്. നിശ്ചിത ദിവസങ്ങളിൽ വിശ്വാസികൾ കൂടി വന്നു. അപ്പൊ നമുക്കൊരു ദിവസം, ഇപ്പൊ ബൈബിൾ സ്റ്റഡിയുടെ ഒരു ദിവസമുണ്ട്, സമയമുണ്ട്, അതുപോലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട്, യോഗമുണ്ട്. ഈ നിശ്ചിത സമയങ്ങളിൽ വിശ്വാസികൾ കൂടി വരണം. അതായിരുന്നു ആദിമസഭയുടെ സംവിധാനം. അപ്പോൾ ഏതാണ്ട് 9 കാര്യങ്ങൾ ആദിമസഭയുടെ സംവിധാനം എന്നതിൽ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് പറഞ്ഞ് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോകും. ചാപ്റ്റർ 6, സഭയുടെ ശുശ്രൂഷകൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ച ചർച്ച് മിനിസ്റ്റേഴ്സ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ടിജോ പാസ്റ്റർ ഹാൻഡ് ഓവർ ചെയ്യും. ദൈവം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയത്ത് വരെ നാം ദൈവജനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് നാം കടന്നു വരും വരെ സ്വർഗം നമ്മെ സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്യാം. നല്ല ദൈവമേ, വിശ്വസ്തനായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സമയത്ത് വരെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്ത് പഠിക്കുവാനും ദൈവജനം ധ്യാനിക്കുവാനും സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവ്, ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അനേകർ കടന്നു വരുവാനുണ്ട്. കർത്താവെ, അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ കടന്നു വരുവാൻ സഹായിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ അഭിഷക്തനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. കേട്ട വചന ഹൃദയത്തെ സംഗ്രഹിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കർത്താവെ സഹോദരി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകാൽ കർത്താവെ ഹല്ലേലൂയ ആശയന്റെ മമ്മിക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശത്താൽ പാരമ്പര്യ ഹോസ്പിറ്റലിൽ കർത്താവെ ഓപ്പറേഷൻ്റെതായ ക്രമീകരണങ്ങളൊക്കെ നടത്തി കർത്താവെ വലിയ ഭാരത്തിലും ബുദ്ധിമുട്ടിലുമാണ്. എന്നാൽ സൗഖ്യവും വിടുതലും ആശ്വാസവും പകർന്ന് ബലത്തോടെ ഞങ്ങളുടെ ദാസിയെ നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം കൊടുക്കണം. ജോബിൻ്റെ പിതാവും വളരെ ഹോസ്പിറ്റലിലായിരിക്കും. ദൈവം വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാക്കൾ പിതാക്കന്മാർ പലരും രോഗികളും ക്ഷീണിതരുമായി ഹോസ്പിറ്റലും മറ്റുമായിരിക്കുന്നു, ഭവനങ്ങളിലായിരിക്കുന്നു. അവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ശുശ്രൂഷിച്ച് ഞങ്ങളുടെ ദാസിനെ ബലപ്പെടുത്തണം. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. കൃപ കൂടിരുന്നാട്ട് ഡ്യൂട്ടിയിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും സൂക്ഷിക്കണം, പരിപാലിക്കുന്നു. ഡ്യൂട്ടിക്ക് പോകുന്നവർ, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെയൊക്കെ ദൈവം പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ വരും ദിവസങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാമേവരോടും തിരുവചനം പഠിപ്പിച്ച കർത്തദാസിനോടും ഇന്ന് രാത്രിക്കാലം മുതൽ ക്രിസ്തുവിൻ്റെ ഉടകരെ കൊണ്ടിറങ്ങുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാൻ മുഖത്തും കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം. കർത്താവ് സസ്വൻ സാറിന് വന്ദനം അറിയിക്കുന്നു. കോശി പാസ്റ്റർ അതുപോലെ തന്നെ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.